ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഏത്തപ്പഴം കട്ട്ലറ്റാണ്. നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 3 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ നേന്ത്രപ്പഴം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒരു 5-8 മിനിറ്റോളം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഏകദേശം പഴം ഒന്ന് സോഫ്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഞാൻ ചിരകിയെടുത്തിരിക്കുന്ന 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇവിടെ ഞാൻ 1 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നുകൂടി ഒരു 2-3 മിനിറ്റോളം ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോഫ്റ്റ് ആകുന്നത് വരെ. ചിലപ്പോൾ പഴം നല്ല മധുരമുള്ളതായിരിക്കും. മധുരമുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ് ഈ നേന്ത്രപ്പഴം വെച്ചുകൊണ്ടുള്ള കട്ട്ലറ്റ്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മധുരത്തിൻ്റെ കൂടെ ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാകുന്നത് കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈവച്ച് കുഴച്ചാൽ പരത്തിയെടുക്കാൻ പാകത്തിൽ ഈ മിക്സ് തയ്യാറാക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു ബൈൻഡിങ്ങിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുത്താലും മതി. വീണ്ടും ഒരു 1-2 മിനിറ്റ് അരിപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അതൊന്ന് നമുക്ക് തണുക്കാനായിട്ട് അനുവദിക്കാം. ഈ സമയം കട്ട്ലറ്റ് ഉണ്ടാക്കേണ്ട ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ മാവിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇതിന് പകരം മൈദാമാവിന് പകരം 2 മുട്ട ചേർത്ത് കൊടുത്താലും മതി. മുട്ട ചേർത്ത് അടിച്ചെടുത്താലും മതി. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസാക്കി തന്നെ നമുക്ക് മാവ് ഉണ്ടാക്കിയെടുക്കാം. ഇതേ പരുവത്തിലായിരിക്കണം മാവ് ഉണ്ടായിരിക്കേണ്ടത്. മറ്റൊരു സൈഡിൽ 4-5 കഷ്ണം ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ചൂടാക്കിയെടുത്തത് ഒരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പഴത്തിൻ്റെ മിക്സ് ഒന്ന് കുഴച്ചെടുക്കാം. നല്ലവണ്ണം സ്മൂത്തായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ അടയലുണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ. ഇനി ഈ മിക്സ് ഒന്ന് നമുക്ക് കട്ട്ലറ്റിൻ്റെ ആകൃതിയിൽ പരത്തിയെടുക്കാം. വട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിക്കൊടുത്ത് ഇങ്ങനെ പരത്തിയെടുക്കാവുന്നതാണ്. വട്ടത്തിൽ പരത്തിയെടുത്ത് ഇനി നമ്മൾ ചെയ്യുന്നത് മൈദാമാവിൽ മുക്കുന്നതാണ്. മൈദാമാവിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ വെച്ച് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. കട്ട്ലറ്റിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഈ ബ്രെഡ് ക്രംസ് വെച്ച് പൊതിഞ്ഞെടുക്കുന്നതുകൊണ്ട് കഴിക്കുമ്പോൾ വളരെ ക്രിസ്പി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു കട്ട്ലറ്റാണിത്. ഇതിൽ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ വീടുകളിലും എപ്പോഴും കാണും ഏത്തപ്പഴമൊക്കെ. അത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കട്ട്ലറ്റ് തന്നെയാണിത്. കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും. വളരെയധികം പോഷക ഗുണമുള്ള, ആരോഗ്യത്തിന് വളരെയധികം നല്ല ഒരു പഴമാണ് ഏത്തപ്പഴം. അയേണും ഫോസ്ഫറസും അതുപോലെ തന്നെ ഫൈബറൊക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെയധികം ആരോഗ്യത്തിന് നല്ല ഒരു പഴമാണ് ഏത്തപ്പഴം. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് പരത്തിയെടുത്ത് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം. ഇതങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കുന്നില്ല. എണ്ണയൊന്നും അധികം കുടിക്കുകയില്ല. ആക്കി നോക്കിയാലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ. ഇങ്ങനെ ഞാൻ എല്ലാ
മിക്സും ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ഞാൻ കട്ട്ലറ്റാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വശത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. നമുക്ക് ഓരോ കട്ട്ലറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിലും താഴെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. രണ്ട് സൈഡും മൊരിച്ചെടുക്കുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും അധികം എണ്ണ കുടിക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓയിലി ആയിരിക്കില്ല ഒരിക്കലും. കഴിക്കാനും വളരെ സ്വാദായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നതായിരിക്കും. ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന വിധത്തിലായിരിക്കും. 1/2 കിലോ പഴം കൊണ്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു 9-10ഓളം കട്ട്ലറ്റ് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഏകദേശം ഇവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞു സെർവ് ചെയ്യാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മിക്കവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. കാണണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.